ബലഹീന ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. അല്പമില്ലാത്ത ക്ഷീണം ശരീരത്തിന് ഉണ്ടായെങ്കിലും ദൈവം ഹല്ലേലൂയ പിടിപ്പിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എന്തിനും വളരെ കോട്ടയാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഞാൻ വിഷമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ പണ്ടത്തെ ഒരു അവസ്ഥ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചർച്ച ഞങ്ങൾ ഇത് രണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം IPCയിൽ ഞാനും ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയുടെ ടൈമിൽ ഞാനും ദൈവത്തിന് സ്തോത്രം ഒരു അമ്മച്ചി മാത്രം ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ കടന്നു പോയിരുന്നു. ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഡോംബുല്ലിൽ നിന്ന് ഹല്ലേലൂയ ഒരു ദൈവദാസൻ വരും. MS യോശുവ പാസ്റ്റർ എന്ന് പറയുന്ന പുള്ളി ഇവിടുത്തെ IPCയുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റർ, ഏതാണ്ട് 30 സഭയുടെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ. ഹല്ലേലൂയ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി പുള്ളി അവിടുന്ന് കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ഞാനും അമ്മച്ചിയും കൂടി ഇരിക്കും. ഞാനൊരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കും. അന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ 12-12:30 കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. 1:30 തൊട്ട് വീണ്ടും ഇരിക്കും. അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് 1:30 തൊട്ട് ഒരു 4 മണി വരെ ഇരുന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് വൈകിട്ടത്തെ പ്രയർ. ഹല്ലേലൂയ അങ്ങനെ 3 സെഷനായിട്ടാണ് അന്ന് ആരാധന നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത്ര ശക്തമായിട്ട് ദൈവസന്നിധിയിൽ അന്ന് ഞങ്ങളിരുന്ന് ആരാധിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, വെറും 2 പേര്. എന്നിട്ട് ദൈവം ആ സഭയെ വളർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവം ദേശത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് കിടന്നപ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ദൈവമാത്മാവ് എന്നെ കാണിക്കുവാനിടയായി. കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളല്ലോ, പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നോട് ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. നീ ഒറ്റയ്ക്കല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു സഹോദരൻ 2 പൈതങ്ങളെയുമായിട്ട് ഈ സഭയ്ക്കകത്തോട്ട് കടന്നു വരുന്നത് ഞാൻ വളരെ സ്പഷ്ടമായിട്ട് കണ്ടു. പ്രിയമുള്ളവരെ, എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവാത്മാവെന്നെ വളരെ ശക്തമായിട്ടത് കാണിച്ചു. ദൈവത്തിന് സഹോദരിയില്ല, സഹോദരൻ 2 പൈതങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കടന്നു വരികയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഇവിടെ വെളിപ്പെടട്ടെ. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചത് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കട്ടെ. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആരാധിക്കുവാൻ നമ്മൾ തയ്യാറായാൽ വലിയ ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ഒരു 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. യോശുവയുടെ പുസ്തകം ദൈവത്തിന്റെ സ്തോത്രം 6-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചാട്ട്. ആദ്യമായിട്ട് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചു. ഏൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധനായ കർത്താവേ, ഹല്ലേലൂയ. അല്പസമയം ഞങ്ങൾ ദൈവജനത്തിന് മുമ്പാകിയിരിക്കുന്നു. ഞങ്ങൾ ശക്തമായിട്ട് വ്യക്തമായിട്ട് സ്വർഗ്ഗം ഇടപെടണമേ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ ഇറങ്ങണമേ. വലിയൊരു വിടുതൽ ഞങ്ങളുടെ മധ്യേ അയക്കണമേ കർത്താവേ. ഈ വാസ പ്രാർത്ഥന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവമാക്കി തീർത്താട്ട്. വലിയ വിടുതൽ ഞങ്ങളുടെ മധ്യേ അയച്ചാട്ട്. ഒരു കഴിവില്ല, എന്തെങ്കിലും தெரிஞ்சവെങ്കിലും പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. അടിയനെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമ്മളിവിടെ വായിച്ച വാക്യം ദൈവത്തിന് 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ദാസൻ എനിക്കൊന്ന് 5-ാം അധ്യായത്തിനോട് പ്രസംഗിച്ചതാ. നിന്ന മാറിപ്പോയ സ്ഥലം ഗിൽഗാൽ എന്ന് പേരിട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ നിന്ന മാറ്റിയ സ്ഥലം ഗിൽഗാൽ. ദൈവത്തിന്റെ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയം ഇറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്തെ ഹല്ലേലൂയ യെരിഹോ സമഭൂമിയിൽ വെച്ച് അവർ പെസക കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പെസകയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്ത് വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. ഹല്ലേലൂയ. അവർ ദേശത്ത് വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. 40 വർഷക്കാലം മരുഭൂമിയിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇവരിവിടെ കടന്നു വന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് വിളവെടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അത് ഭക്ഷിച്ചപ്പോൾ മന്ന നിന്നുപോയി. തമ്പുരാൻ ഒന്നൊരുക്കിയിട്ട് പ്രിയമുള്ളവരെ ഒന്ന് നിർത്തുന്നത് ഇന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒന്നൊരുക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം നിർത്തത്തുള്ളൂ. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി വിളഭൂമിയിൽ ദൈവത്തിന് സ്തോത്രം ആകാരം ഒരുക്കിയപ്പോൾ അവർക്ക് 40 വർഷക്കാലം അവര് ഭക്ഷിച്ച മന്ന നിന്നുപോയെന്ന് മറന്നു പോകരുത്.
വന്നു പോകരുത്. ദൈവത്തെ യഥാർത്ഥമായിട്ട് സേവിക്കുന്ന, യഥാർത്ഥമായിട്ട് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒന്ന് ഒരുക്കിയിട്ട് ഒന്ന് നിർത്തത്തോളുന്ന ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിച്ചു പ്രിയമുള്ളവരെ വാക്യം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നവനാ. നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി അവനെ ഒരുക്കുന്നതാ. അവരെ ഒരിക്കലും അവൻ പട്ടിണിക്ക് ഇടത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. ക്ഷാമത്താലും നമ്മളെ ക്ഷേമമായി പോറ്റുന്ന ഒരു നല്ല കർത്താവിനെയാ നമ്മൾ ആരാധിക്കുന്നതെന്ന്. ആ 40 വർഷവും മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം. അവർ ആ ദേശത്ത് വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയെന്ന് ദൈവത്തിന് സ്തോത്രം. ആ ദിവസം വരെ അവർക്ക് മന്ന കൊടുത്തെന്ന്. ദേശത്തെ വിളവ് അവർക്ക് അനുഭവിച്ചപ്പോൾ മന്ന നിന്നുപോയെന്ന് ദൈവത്തിന് സ്തോത്രം. ആ ദേശത്തിലെ വിളവ് അവർക്ക് ഒരുക്കി കൊടുത്തപ്പോൾ മന്ന നിന്നുപോയെന്ന്. അതാ ദൈവത്തിന്റെ പദ്ധതി പ്രിയമുള്ളവരെ. തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇന്ന് രാവിലെ രാത്രി നമ്മൾ മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരിക. യോശുവ എരികോവിന് സമീപത്തിരിക്കുമ്പോൾ അവൻ തല ഉയർത്തി നോക്കി. അതായത് ഏറ്റവും ചിന്തിപ്പിച്ചവിടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോശുവ എരികോവിന്റെ സമീപത്തിരിക്കുക. അവനിങ്ങനെ തല ഉയർത്തി നോക്കി. എന്നിട്ട് അവിടെ കണ്ട കാര്യം നമ്മളെ രാവിലെ നമ്മൾ കേട്ടു. ദൈവത്തിന് സ്തോത്രം. നോക്കേണ്ടതിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത്ഭുതം തമ്പുരാൻ പ്രവർത്തിക്കാം. ഇവിടെ ഹല്ലേലൂയ, ദൈവത്തിന് യോശുവ നോക്കിയപ്പോൾ ആരുടെ മുഖത്താ? ദൈവത്തിന് സ്തോത്രം. ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് യോശുവ കണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. യോശുവ തല ഉയർത്തി നോക്കിയപ്പോൾ യോശുവ നോക്കിയത് എന്താ? ദൈവത്തിന് വേദപണ്ഡിതന്മാർ പറയുന്നത് യോശുവ നോക്കിയത് എന്താണെന്നറിയാമോ? വാറ്റത്തം കിടക്കുക. ഈ എരികോ മതില്, ഹല്ലേലൂയ, ഈ എരികോ മതിൽ എങ്ങനെ ചാടി പോകും? ഹല്ലേലൂയ, ഇങ്ങനെ കോട്ട പോലെ കിടക്കുന്ന എരികോ മതില ഞാൻ എങ്ങനെ ഇതിനെ കീഴടക്കുമെന്ന യോശുവ നോക്കിയത്. പക്ഷെങ്കില് നോക്കിയപ്പോ അവിടെ കണ്ടത് എന്തുവാ? ഒരുവൻ വാളും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രശ്നങ്ങളുടെ മധ്യേ പ്രശ്നത്തിന്മേൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രശ്നത്തിന്റെ മേൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന്. അതാ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയമുള്ളവരെ. താൻ പ്രശ്നത്തെയാ നോക്കിയത്. എന്നാൽ കണ്ടത് എന്തുവാ? ഒരാൾ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നു കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവനല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. എത്ര അനുഗ്രഹിക്കപ്പെട്ടവ ദൈവത്തിന് സ്തോത്രം. പ്രശ്നത്തെ നോക്കിയപ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ സൈന്യത്തിന്റെ അധിപതിയായി ഒരുവൻ വാളും പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്നവന്റെ നേരെ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാ പ്രിയമുള്ളവരെ. നമ്മൾ മറക്കല്ല. എന്നിട്ട് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവരോട്, കർത്താവൻ അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചുകൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. അതിനൊക്കെ ഒത്തിരി വിവരിപ്പാനുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ 6-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ എരികോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, ആരും അകത്ത് കയറിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എനിക്കിതിൽ നിന്നൊരു സന്ദേശം നിങ്ങളോട് പറയുവാനുള്ളത്, ശത്രു അടച്ചുറപ്പിച്ച് നിർത്തിയാലും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരുവന്റെ മുൻപിൽ അത് തുറക്കപ്പെടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശത്രു അടച്ചുറപ്പിച്ച് നിർത്തിയാൽ അതിനെ തുറക്കുവാൻ കഴിയുന്നവരാണ് നമ്മുടെ കർത്താവ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആരാധിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ശത്രുവിന്റെ ഹല്ലേലൂയ പരാജയപ്പെടുമെന്ന്. ശത്രു പരാജയപ്പെടും ഇന്ന് രാത്രി. ഹല്ലേലൂയ, ശത്രു ഉറപ്പിച്ച് നിർത്തിയതിന് ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവ പൈതലിന്റെ മുൻപിൽ അത് തുറക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇന്ന് പകൽ രാത്രി കാലം വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവമക്കൾ അകത്ത് കയറരുത്, പുറത്ത് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ തുറക്കുവാൻ കഴിയുന്നവരെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിനെ തുറക്കുവാൻ കഴിയുന്നവരെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. ആ ഹല്ലേലൂയ രക്ഷതാൻ ചെയ്യാൻ ഹല്ലേലൂയ. റബൽ ഖബറവല അച്ഛൻ കടകടകടകടവല ഓ റബൽ ഖടാരികതനവല
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് ആരെയാ പ്രിയമുള്ളവരെ? ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ശത്രു അടച്ചു വെച്ചതിനെ തുറന്നു തരുവാൻ കഴിയുന്നവരെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിൽ നമ്മൾ കുറച്ച് പേരെയോടെങ്കിലും ഭാരപ്പെടല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും. ശത്രു മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തെ ഹല്ലേലൂയ ദൈവസന്നിധി ഹല്ലേലൂയ അത് കഴിഞ്ഞ വാഗ്ദത്തം അവരോട് പറയുന്നത് യോശുവയോട് ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെ പറഞ്ഞത്, അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്. വാഗ്ദത്തം കിടക്കുക കേട്ടോ, വാഗ്ദത്തം കിടക്കുക. ദുഷ്ടൻ അടച്ചു വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം അകത്ത് കടക്കുവാൻ കഴിയാതെ കൊള്ളാം. എന്നിട്ട് ഹല്ലേലൂയ ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കണമെങ്കിൽ, അത് പറയാനാണ് ഞാൻ ഇത് എടുത്തത്. ഹല്ലേലൂയ അത് ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. ഹല്ലേലൂയ കണ്ടീഷനുണ്ട്. ഹല്ലേലൂയ ചുമ്മാ അത് വാഗ്ദത്തം നമുക്ക് ലഭിക്കത്തില്ല. ആ കണ്ടീഷൻ താഴെയോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന താഴെയോട്ട് വായിച്ചാട്ട് ഒരു ഹല്ലേലൂയ വേണം. ദൈവത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, ആരാധിക്കുന്നതിന്റെ മുൻപിൽ ദൈവത്തിന് സ്തോത്രം ഏത് തുറക്കാത്ത വാതിലുകൾ തുറന്നു. ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുകയാണ്. ദൈവത്തിന് കണ്ടീഷൻ എന്തുവാ? ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ ആരാധിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, കരയുവാൻ ദൈവസ്ഥലിൽ ഇരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന് സ്തോത്രം ഏത് തുറക്കാത്ത വാതിലുകളും തുറന്നു വരുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക പ്രിയമുള്ളവരെ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന് നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. 6 ദിവസം അങ്ങനെ ഓരോ പ്രാവശ്യം ചുറ്റി നടക്കണം. 7ാമത്തെ ദിവസം 7 വട്ടം ചുറ്റി നടക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. 7ാമത്തെ ദിവസം 6 പ്രാവശ്യം ചുറ്റി നടന്നാൽ പട്ടണം ദൈവത്തിന് സ്തോത്രം എരികോ മതിൽ വീഴത്തില്ല പ്രിയമുള്ളവരെ. തമ്പുരാൻ പറഞ്ഞതുപോലെ ചെയ്താൽ, ആ തമ്പുരാൻ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ, ഹല്ലേലൂയ ആ കണ്ടീഷൻ നമ്മൾ അതുപോലെ നമ്മൾ സ്വീകരിച്ചാൽ ദൈവത്തിന് സ്തോത്രം എരികോ മതിൽ വീഴും. എങ്ങനെയാ? 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റി നടക്കണം. ചുറ്റി നടന്നാൽ തന്നെ പോരാ, വീഴത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവർ ഹല്ലേലൂയ ആട്ടിൻ കൊമ്പ് നീട്ടി ദൈവം ഇങ്ങനെയാണ് പറയുന്നത്. കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം. 7ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും വേണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവർ കാട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം. കാഹളം കേൾക്കുമ്പോൾ തന്നെ വീഴത്തില്ലെന്ന് ജനം ഉച്ചത്തിൽ ആർപ്പിടണം. ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രമെന്ന് ദൈവവചനം പറയുന്നത്. ജനമൊക്കെ ഉച്ചത്തിൽ ആർപ്പിടണം. അപ്പോൾ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, അപ്പോൾ പട്ടണം വീഴുമെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ശത്രു അടച്ചു വെച്ചതിനെ തുറക്കണമെങ്കിൽ നമ്മൾ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ആർപ്പിടണമെന്ന്, ദൈവത്തെ ആരാധിക്കണമെന്ന്, ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. പട്ടണം ഹല്ലേലൂയ പിടിക്കപ്പെടുവാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരാധിച്ചേ മതിയാവുള്ളൂ. ആരാധിച്ചേ മതിയാവുള്ളൂ. നമ്മൾ ഇന്ന് പകൽക്കാലം, ഇന്നലെ രാത്രി പകൽക്കാലം എല്ലാം കേട്ടതല്ല. നമ്മൾ ആരാധിച്ചേ മതിയാവുള്ളൂ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നേ മതിയാവുള്ളൂ. നമ്മൾ വില കൊടുത്തേ മതിയാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് പ്രിയമുള്ളവരെ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവസന്നിധി ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിന്റെ 7ാം അധ്യായത്തിലേക്ക് ആ ലാസ്റ്റ് കടന്നു പോകുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ കീർത്തി ദേശത്തെല്ലായിടത്തും പകർന്ന ഫലക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന്. യോശുവയും കാലേബും ആരാണെന്ന് നമുക്കറിയാം. അത് ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയ
പ്രിയമുള്ളവരെ, തമ്പുരാൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഹല്ലേലൂയ നമ്മളത് അതേപടി അനുസരിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഇതിനോട് കണക്ട് ചെയ്തിട്ട് ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ ഒരുവനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഒരു കുരുടനായ മനുഷ്യൻ, പിറവിയിലെ അവൻ കുരുടനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അവനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തോ? എന്നിട്ട് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, ഇവന്റെ അമ്മയപ്പന്മാർ ആരും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടേണ്ടതിന്. ദൈവം എന്നിട്ട് യേശു എന്ത് ചെയ്തെന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ കാണുന്നു. ആ യേശു നിലത്ത് തുപ്പിയിട്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പൂശി. എന്നിട്ട് അവനോട് പറയുക, ശിലോവാൻ കുളത്തിൽ പോയി കഴുകുക. ശിലോവാൻ കുളം എന്ന കുളത്തിൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനെന്ന അർത്ഥം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ ശിലോവാൻ കുളത്തിൽ പോയി കഴുകിയപ്പോൾ അവന് കാഴ്ച കിട്ടി. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ മുൻപിൽ ഒരു കണ്ടീഷൻ ദൈവം വെച്ചു. എന്താ? നിനക്ക് കാഴ്ച കിട്ടണമെങ്കിൽ നീ ശിലോവാൻ കുളത്തിൽ പോയി കഴുകണം. ദൈവത്തിന്റെ സ്തോത്രം. ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടി നീ പോകല്ല. കഴുകിയില്ലെങ്കിൽ കാഴ്ച കിട്ടത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദിവസം ഹല്ലേലൂയ പ്രിയ സഹോദരി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാ, ഹല്ലേലൂയ നയമാന് ദൈവത്തിന്റെ സ്തോത്രം 7 പ്രാവശ്യം പോയി യോർദാൻ നദിയിൽ മുങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. മുങ്ങിയില്ലെങ്കിൽ അവൻ ആരെ മുങ്ങിയുള്ളെങ്കിൽ അവന്റെ സൗഖ്യം കിട്ടത്തില്ല. അവിടെ പറഞ്ഞത് അതേപടി അവൻ അനുസരിച്ചപ്പോൾ ഒരു ശിശുവിനെ പോലെ അവന്റെ ദേഹമായി മാറിയെന്ന ദൈവവചനം നമ്മൾ അവിടെ കേട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവനെ ഹല്ലേലൂയ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. അത് മൊത്തം കുരുടനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് കാഴ്ച ചെയ്ത് പ്രാപിച്ചിട്ട് അവൻ മടങ്ങി വന്നപ്പോൾ അവനെ എല്ലാവരും കൂടെ സ്ഥാനം ചെയ്യുകയാണ്. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ അപ്പനെയും അമ്മയും പോയി അവരോട് സംസാരിച്ചു. അവര് പേടിച്ചിട്ട് അന്നത്തെ കാലത്ത് യേശു സൗഖ്യമാക്കിയെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? പള്ളിയിൽ നിന്ന് പുറത്താക്കും. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരെ പള്ളി ഭ്രഷ്ടരാക്കുമെന്ന് കരുതിയിട്ട് അവനത് പറഞ്ഞില്ല അമ്മയപ്പന്മാര്. എന്നിട്ട് പറഞ്ഞ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കാൻ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവനോട് ചോദിച്ചു. അപ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഹല്ലേലൂയ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ 35-ാം അധ്യായം തൊട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ യേശു അവനെ കണ്ടെന്ന്. എനിക്കതിൽ നിന്നൊരു വാക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം ആര് നമ്മളെ പുറത്താക്കിയാലും നമ്മളെ മാർബോട് ചേർത്തണയ്ക്കുന്ന ഒരുവനുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ മാർബോട് ചേർത്തണയ്ക്കുന്നവനാ. യേശു അവനെ കണ്ടു. 35-ാം വാക്യം വായിച്ചു. പള്ളിയിൽ നിന്ന് പുറത്താക്കി കേട്ടു. നമസ്കരിച്ചു. ഹല്ലേലൂയ. പള്ളിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ യേശു അവനെ കണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആരൊക്കെ പുറത്താക്കിയാലും, ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ പരിഹസിച്ചാലും നീ ഭാരപ്പെടേണ്ട. നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരുവനുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. യേശു അവനെ കണ്ടു. യേശു അവനോട് ചോദിച്ചു, നീ ഹല്ലേലൂയ അവനിൽ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, അവൻ ആരാകുന്നു ഞാൻ വിശ്വസിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നവനാ ഞാൻ. യേശു ഹല്ലേലൂയ കർത്താവ്. അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചനം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിന്റെയും പരാജയത്തിന്റെ നടുവിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ മാർബോട് അണയ്ക്കുന്നവൻ, നമ്മളെ വളരെ നല്ലവണ്ണം സ്നേഹിക്കുന്നവൻ, നമ്മളെ കരുതുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പൽക്കാലം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു ജോസഫ്, ഹല്ലേലൂയ, ദൈവത്തിന് സഹോദരന്മാരും അവനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പൊട്ടക്കിണറ്റിലിട്ടു. ഇനി ഇവനൊരിക്കലും രക്ഷപ്പെടരുത്. അവര് ചിന്തിച്ച് ഇവനൊരിക്കലും രക്ഷപ്പെടത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അതുകൊണ്ട് അവന്റെ നീലയങ്കി ഊരിയെടുത്തിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു ആടിനെ കൊന്നിട്ട് രക്തത്തെ മുക്കി യാക്കോബിന് കൊണ്ട കൊടുത്തത്. എന്താ കാര്യം? ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല. ഒരിക്കലും തന്റെ പിതാവ് ഇവനെ കാണത്തില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ശത്രു ചിന്തിച്ചു ഇവന് തകർന്നു പോയെന്ന്, ഇവനില്ലാതായി പോയെന്ന്. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോസേഫിനെ കൂടി ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശത്രു എന്താ ചിന്തിച്ചത്, എന്താ പറഞ്ഞത്? ഇനി ഇവൻ രക്ഷപ്പെടത്തില്ല, ഇനി ഇവൻ പോകത്തില്ല. അതാ ദൈവത്തിന്റെ സ്തോത്രം. ഈ 6-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. ദുഷ്ടൻ ചിന്തിച്ചു, കെട്ടിവെച്ച് അടച്ചു പൂട്ടി ബന്ധവസായി കഴിഞ്ഞാൽ ആരും കയറത്തില്ലെന്ന്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആരാധിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ, അവന്റെ മുമ്പിൽ ഏതും തുറന്നു പോകും. ഇവരും പ്രിയമുള്ളവരെ, ആരാധിക്കുന്ന ദൈവ പൈതലുണ്ട് മുമ്പിൽ എന്തും തുറന്നു പോകും. യോസേഫ് കാര്യത്തിൽ കാണുന്നു എന്നിടത്തെല്ലാം തമ്മിൽ യഹോവ അവരോട് കൂടെ ഇരുന്നുവെന്ന ദൈവവചനം നമ്മളെ വായിക്കുവാൻ കേൾക്കുന്നത് പഠിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പൊത്തിപ്പേരുടെ ഭവനത്തിൽ കാരാഗ്രഹത്തിൽ ചെന്നു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് വളരെ താല്പര്യം തോന്നി. എന്ന കാരണം എന്താ? അവന്റെ കൂടെ ഉള്ളത് ആരാ? തമ്പുരാന. മറന്നു പോകുന്നത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെവിടെയായിരുന്നാലും എവിടെ കടന്നു പോയാലും നമ്മുടെ കൂടെ ഒരുവൻ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മളെ കരുതുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നല്ലവണ്ണം അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെ. ആരാധിക്കുന്ന ദൈവവൈദ്യനെ അവൻ ഒരിക്കലും കൈവിടത്തില്ല. അല്ലെങ്കിൽ പൗലോസും ശീലാസും നമുക്കറിയാവുന്നതാണ്. കാരാഗ്രഹത്തിനകത്ത് ബന്ധവസായിട്ട് അവരെ കെട്ടി, അവരുടെ മുഖം ദൈവത്തിന് സ്തോത്രം കാലും കൈയും എല്ലാം കെട്ടി കാരാഗ്രഹത്തിനകത്ത് ഇട്ടു. അവരുടെ വായ അവർക്ക് അടയ്ക്കുവാൻ കഴിയില്ല. അവർ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, പാടി. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ വലിയ ഭൂകമ്പമുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും ചങ്ങല കയ്യിൽ നിന്ന് വീണെന്ന് ആരാധിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ആരാധിക്കുന്ന ദൈവപൈതന്റെ മുൻപിൽ എല്ലാ ചങ്ങലകളും കഴിഞ്ഞു വീഴും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്തോത്രം. കുറ്റവാളികളുടെ വരെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അതാ ദൈവം. ആരാധിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ആരാധിക്കുന്നവനെ ചങ്ങല വീഴുമെന്ന് അതാ ദൈവത്തിന്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, ആരാധിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ ആരാധിക്കുന്ന 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നത്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് ചോദിച്ചത്. ദൈവത്തിൽ ഇന്ന് രാത്രി കാലവനെ കേട്ടു. ഞാൻ ഒരുപാട് നിർത്തിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടതാണല്ലോ. നമ്മുടെ ദൈവം മതിയായവനാ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അത് ആർപ്പിടുമ്പോൾ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പെട്ടപ്പോൾ കാകളമൂതിയ തന്നെ പോരാ. കാകളമൂതിയ വീഴത്തില്ല. പ്രിയമുള്ളവരെ, ആർപ്പിടണം, ആരാധിക്കണം, ആരാധിക്കണം. ജനമുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ അപ്പോൾ പട്ടണം വീഴുമെന്ന് ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ താഴോട്ട് എഴുതിയിരിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. യോശുവയിൽ കൂടി വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവജനമായി യോർദാൻ കടന്നു. ദൈവത്തിന്റെ സ്തോത്രം. പുരോഹിതന്മാരുടെ കാലം യോർദാനിൽ ചവിട്ടിയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്ന എല്ലാം നശിപ്പിച്ചു കൊണ്ടുപോകുന്ന യോർദാൻ. അവിടെ പുരോഹിതന്മാരുടെ കാല്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ആ യോർദാൻ നദിയിൽ ചവിട്ടിയപ്പോൾ യോർദാൻ 2ആയി നിന്ന് മാറിയെന്ന് ദൈവത്തിന്റെ സ്തോത്രം. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, ആരാധിക്കുന്നവരെവിടെ ഉണ്ടോ അവിടെ പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്ന്, പ്രതികൂലങ്ങൾ മാറിപ്പോകുമെന്ന് അതാ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കാം. അല്പസമയം ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടോ, ആരാധിച്ചാട്ടോ. ദൈവത്തിന്റെ കർത്താവെ, ഞാൻ ആർപ്പിടുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഒരിക്കലും തുറക്കാതെ കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്ന തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവസഭയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഒന്ന് വെളിപ്പെടട്ടെ. എന്റെ കുടുംബങ്ങളുടെ മേൽ ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്, കരയുന്ന വിഷയമുണ്ട്, കണ്ണുനീരൊഴുക്കുന്ന വിഷയമുണ്ട്. അതിനൊരു വിടുതൽ നൽകണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കരയാം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമില്ലയോ, കരയുന്ന വിഷയമില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന വിഷയമില്ലയോ, അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. ഈ ഉപവാസ പ്രാർത്ഥനയെ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടാൻ പോവാം. നാളുകളായി ഞാൻ കരയുകയാണ്, കണ്ണുനീരൊഴുകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. തുറക്കാത്ത വാതിൽ തുറക്കട്ടെ.
വിശ്വമല്ല നാമത്തിൽ ദൈവ ശത്രു അടച്ചു വെച്ചിരിക്കുക. ആരും അകത്ത് കയറരുത്, പുറത്ത് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടൻ അടച്ചു വെച്ചതിന് ഇന്ന് റീഓപ്പണാകാൻ പോവാ. വിശ്വസിച്ച് ഏറ്റെടുക്ക, ഇന്ന് റീഓപ്പണാകാൻ പോവാ. ദൈവ സാന്നിധ്യം രാത്രി ഇറങ്ങട്ടെ, ദൈവിക വിടുതലിന്റെ രാത്രി ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ. ദുഷ്ടൻ അടച്ചു വെച്ചത് റീഓപ്പണാകാൻ പോവാ. ദൈവസന്നിധിയിൽ ആരാധിച്ച് ബലമേറ്റെടുക്ക, ബലമേറ്റെടുക്കുന്ന രാത്രി ചിലത് പൊട്ടട്ടെ. ഹല്ലേലൂയ. ജീവിതങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട്, സഭയ്ക്കകത്തേക്ക് കടന്നു വരാതുകൊണ്ട് ജീവിതങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ട പോരുകൾ ഇന്ന് രാത്രി മാറട്ടെ. ഒരു വലിയ പ്രവൃത്തി രാത്രി വെളിപ്പെടട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ മാറട്ടെ, പോരുകൾ മാറട്ടെ. ദൈവ സാന്നിധ്യം രാത്രി ഇറങ്ങട്ടെ. അത്ഭുത വിടുതൽ വ്യാപരിക്കട്ടെ, അത്ഭുത വിടുതൽ വ്യാപരിക്കട്ടെ. നമ്മളെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വലിയ വിടുതൽ കർത്താവായിരിക്കും. നമ്മളെ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ദൈവ വചനങ്ങളാൽ നമ്മെ സഹായിക്കും.